ഇപ്പോൾ ലേറ്റസ്റ്റ് അവർ ദേ മേഡ് ആൻ അറ്റംപ്റ്റ് ഓൺ സദ്ഗുരു. സദ്ഗുരുവിൻ്റെ പേരിൽ ഒരുപാട് കേസുകളാണ് കേട്ടോ. രസമാണ്. സദ്ഗുരുവിൻ്റെ ആശ്രമത്തിൽ 2 സ്ത്രീകൾ താമസിക്കുന്നു. അവരുടെ അച്ഛൻ കംപ്ലൈൻറ്റ് കൊടുത്തു, അവരെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് 150 പോലീസുകാരെ അങ്ങോട്ട് വിട്ടിരിക്കുക, ഇവരവിടെ ഉണ്ടോ എന്നറിയാൻ. 150 പോലീസുകാർ. സദ്ഗുരു ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ 2 കക്ഷികളും ഹാജരായി. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വമേധയാ അവിടെ താമസിക്കുകയാണ്, ഞങ്ങളുടെ അച്ഛൻ ഇതിനെതിരാണ്, ഞങ്ങൾക്കറിയാം. ബട്ട് ദെൻ വി ആർ കൺവിൻസ്, വി ആർ ലീഡിങ്. അപ്പോൾ കോടതി പറഞ്ഞാൽ, അല്ല, അപ്പോൾ സന്യാസിയായിട്ട് ജീവിക്കാൻ അവർ തീരുമാനിച്ചപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് തള്ളിപ്പോയി. മാത്രമല്ല കോടതിയിൽ രൂക്ഷമായിട്ട് വിമർശിച്ചു. 150 പോലീസുകാരെ വെച്ച് വരട്ടാൻ ഇറങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു കേസുമായിട്ട് വന്നു. സദ്ഗുരുവിൻ്റെ 2 ലക്ഷം സ്ക്വയർ മീറ്ററാണ് ആ കോമ്പൗണ്ട്. അതിൽ 10,000 സ്ക്വയർ മീറ്ററേ അദ്ദേഹം ഉപയോഗിക്കുന്നുള്ളൂ കെട്ടിടമൊക്കെ ആയിട്ട്, ബാക്കി കാടായിട്ട് കിടക്കുക. അപ്പോൾ അവിടെ ആനത്താരയുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. അപ്പോൾ സദ്ഗുരു പറഞ്ഞു, ആനത്താരയുണ്ട്, എനിക്കറിയാം, ഞാൻ ആ ഏരിയയിലേക്ക് കയറിയിട്ടേ ഇല്ല, എൻ്റെ സ്ഥലമാണ്, ബട്ട് ഐ റെസ്പെക്ട് നേച്ചർ, അവരെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാറില്ല, ചിലപ്പോഴൊക്കെ കാണാം, ചിലപ്പോൾ കണ്ടില്ല എന്നുണ്ട്. ഒടുവിൽ മദ്രാസ് ഹൈക്കോടതി ഇതിനകത്ത് സബ്സ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞ് കളഞ്ഞു 2021. 2024 ഇതിന് അപ്പീലുമായിട്ട് ഒരു സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പിടിച്ചു കുടഞ്ഞു. അവർ പറഞ്ഞു, സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള അവധി 90 ദിവസമാണ്. 90 ദിവസത്തിനുള്ളിൽ അപ്പീൽ പോകണം. ഇതിപ്പോൾ നിങ്ങൾ 3 വർഷം വെച്ചുകൊണ്ടിരുന്നു. ഇതെന്താ കാര്യം? ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പീൽ തോന്നാൻ കാര്യം? ഗവൺമെൻറ്റാണ്, പ്രൊസീജിയറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അവർ ഇളവ് ചെയ്ത് കൊടുക്കും. അത് ഇൻഡിവിജ്വൽസിനും കിട്ടും. കൃത്യം 90 ദിവസം ഇനി എടുക്കില്ല, അങ്ങനെ ചെയ്യില്ല, കുറച്ചൊക്കെ സമ്മതിക്കും. 1 വർഷം വരെയൊക്കെ ഒരു ഗവൺമെൻറ് കാര്യത്തിൽ അവർ സമ്മതിക്കും. ഈ 3 വർഷം വെച്ചുകൊണ്ടിരുന്നത് എന്താണ്? അതിന് തമിഴ്നാട് ഗവൺമെൻറ്റിന് സമാധാനമില്ല. മാത്രമല്ല എല്ലാ റെക്കോർഡ്സും ക്ലീനാണ്. അതുകൊണ്ട് സുപ്രീം കോടതി അത് തള്ളി. അപ്പോഴാണ് മെല്ലെ വാർത്ത പുറത്തു വരുന്നത്. പോൾ ദിനകരൻ, ബ്രദർ പോൾ ദിനകരൻ എന്ന് പറഞ്ഞ് ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. ഇയാളുടെ കോമ്പൗണ്ട് ഇതിന് തൊട്ടടുത്താണ്. 850 ഏക്കറുണ്ട് അയാളുടെ കോമ്പൗണ്ട്. ഈ കൺവേർഷനെ തടയുന്ന ഒരു ഫോഴ്സായിട്ട് സദ്ഗുരു വരുന്നു. അപ്പോൾ സദ്ഗുരുവിനെ എങ്ങനെയെങ്കിലും ചീത്തയാക്കണം. നമ്മുടെ നാട്ടിൽ അമൃതാനന്ദമയെ ചീത്തയാക്കാൻ ഒരുപാട് ശ്രമം നടന്നില്ലേ? ഒടുവിൽ അത് വോട്ടിനെ ബാധിക്കുന്നതായി കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. അല്ലാതെ കൺവിൻസ്ഡ് ആയിട്ട് നിർത്തിവെച്ചതല്ല, വോട്ടിനെ ബാധിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ആ ആക്രമണം നിന്നു. ഇതുപോലെ സദ്ഗുരുവിനെ ആക്രമിക്കുന്നു ഇപ്പോൾ പല രീതിയിൽ കേസ് സംഗതിയൊക്കെ വെച്ചിട്ട്. അത് ഈ പോൾ ദിനകരൻ്റേതാണെന്ന് നാട്ടുകാർക്ക് സംശയമുണ്ട്. നാട്ടുകാരിൽ ഞാൻ കോയമ്പത്തൂർ സംസാരിച്ചവരൊക്കെ അത് ക്ലിയർ അല്ലേ? ദിനകരൻ പാര വയ്ക്കാൻ നോക്കുകയാണ് സദ്ഗുരുവിനിട്ട്. ദിനകരന് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ വലിയ കോമ്പൗണ്ടും, പിന്നെ അറിയാമല്ലോ ആശുപത്രി, അനാഥാലയം, ഇതൊക്കെ അതിനകത്തൊക്കെ എക്സ്പേർട്സാണ്. ഇയാൾ വലിയ വാക്സാമർഥ്യമുള്ള, കേട്ടിട്ടുണ്ടോ ദിനകരൻ്റെ പ്രസംഗം? ഇല്ല. ബ്യൂട്ടിഫുൾ പ്രസംഗം. ജീസസ് ക്രൈസ്റ്റിനെയൊക്കെ അയാൾ പ്രസൻറ്റ് ചെയ്യുന്നത് മനോഹരമായിട്ടാണ്. നല്ല വോയിസ് മോഡുലേഷൻ. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യല്ലോ, ഈ മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സദ്ഗുരുവിൻ്റെ ഉദയം. സദ്ഗുരുവിന് ദിനകരനെ വെല്ലുന്ന വോയിസാണ്. സദ്ഗുരുവിൻ്റെ റിങ്ങിങ് ടോണില്ല, നേരെ നെഞ്ചിലേക്ക് കയറുന്ന വാക്കുകൾ, കുലുങ്ങിയൊരു ചിരി, ചിലപ്പോൾ ഒരു തലക്കെട്ട്, ചിലപ്പോൾ ഇല്ല, ചിലപ്പോൾ എന്തൊക്കെയോ വാരി പുതച്ചൊക്കെ ഇങ്ങനെ വരിക. ഇതെല്ലാം ചേർന്ന് സദ്ഗുരുവിൻ്റെ റീൽ ഒരു 30 സെക്കൻഡ്, ചിലപ്പോൾ 1 മിനിറ്റ് ഉണ്ടാവും റീൽസ്. ആ 1 മിനിറ്റിലെ ഫിലോസഫിയാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. ഭീകരമായ ആ മെസ്സേജ്. പോൾ ദിനകരനെ പിടിച്ചു നിൽക്കാനായില്ല. അയാൾ വിചാരിച്ചത് ലോകത്ത് ഈ സംസാരശക്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഞാനാണ്, പോൾ ദിനകരനാണ്. താൻ പുല്ലാണെന്ന് കാണിച്ചു കൊടുത്തു സദ്ഗുരു. നിങ്ങൾ പുല്ലാണ്. അപ്പോൾ ഈ സദ്ഗുരുവിൻ്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ പോൾ ദിനകരൻ്റെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ വാചകം അടിക്കുന്നു ഇങ്ങനെ തോന്നും. അതുവരെ ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് പോൾ ദിനകരൻ, ദോ ഐ ഡിഡ്ന്റ് സബ്സ്ക്രൈബ് ടു ഹിസ് വ്യൂസ്. ഇവൻ ആളെ മിടുക്കനാണല്ലോ എന്ന് അകത്ത് റേറ്റ് ചെയ്യും. അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്തത് സദ്ഗുരുവാണ്. ഇതൊക്കെയാണ് ഈ ദിനകരന് DMKയുടെ പേറ്റർനേജ് ഉണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ ദിനകരൻ വഴി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇത് എക്സ്പോസ് ചെയ്യുന്നതോടെ ക്രിസ്ത്യാനികൾക്കും ഇത് മനസ്സിലായിട്ട് ഇത് തട്ടിപ്പായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ തന്നെ മാറും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ഇവർക്ക് ആകെ എടുത്തു പിടിക്കാനുള്ളത് പഴയ ആയുധം ഒന്നുകൂടെ പ്രയോഗിച്ചു നോക്കാം, ഏക്കുന്നെങ്കിൽ ഏക്കട്ടെ, അത് ബാക്ക് ഫെയർ ചെയ്യും. ഹിന്ദി தெரியாது போடா, അത് ഉറപ്പാണ് ബാക്ക് ഫെയർ ചെയ്യും.